19 വർഷങ്ങൾക്ക് ശേഷം ബംഗാളിൽ കാലുകുത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലീമ നസ്രീൻ. അവർ പറഞ്ഞിരിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. യു സി സിയെ പറ്റിയിട്ട്, അതുപോലെ തന്നെ മദ്രസകളൊക്കെ അടച്ചുപൂട്ടേണ്ടതിൻ്റെ ആവശ്യകത. സർ, സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കേട്ടിരുന്നോ തസ്ലീമ പറഞ്ഞിട്ടുള്ളത്? ബംഗാളിൻ്റെ അവസ്ഥ മാറാൻ കാരണം സുവേന്ദുവാണ്. ഈ പറയുന്ന ഫാസിസ്റ്റുകൾ തന്നെ അവസാനം വേണ്ടി വന്നു ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്, അല്ലെങ്കിൽ ഒരു കാര്യം തസ്ലീമയ്ക്ക് വീണ്ടും 19 വർഷത്തിന് ശേഷം തിരിച്ച് ബംഗാളിൽ കാലുകുത്താൻ, അല്ലേ? അല്ല, അവര് ബി ജെ പിനെ ഫാസിസ്റ്റുകളെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ല, ഒരിക്കലും. ബാക്കിയുള്ളവരൊക്കെ ആ ഫാസിസ്റ്റുകൾ എന്നാണല്ലോ അത് വിളിക്കുന്നത്. പറയാം. ഈ സ്വയം ഫാസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ അവരും ഫാസിസ്റ്റ് ആണെന്ന് തോന്നും. അതിനകത്ത് കുഴപ്പമില്ല. ഇപ്പം അത് പറയാം, ആർക്ക് വേണം എന്ത് വേണേൽ പറയാമല്ലോ. അപ്പോൾ തസ്ലീമ നസ്രീൻ വളരെയധികം ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു വനിതയാണ്. അവർ ബംഗ്ലാദേശിലായിരുന്നു. അവരവരുടെ പേഴ്സണൽ അനുഭവങ്ങളിൽ നിന്നാണ് ലജ്ജ എന്ന് പറഞ്ഞ നോവൽ എഴുതിയത്. അത് അവിടുത്തെ ഇസ്ലാമിക് ഭീകരർക്ക് ഇഷ്ടപ്പെടാത്ത കാരണമാണ് അവർക്ക് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നത് ബംഗ്ലാദേശിൽ. അന്ന് അവർക്ക് ഇന്ത്യയാണ് അഭയം നൽകിയത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഈ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ സംഘടന അവർക്കെതിരെ വളരെ ഘോരമായിട്ട് പ്രചരണം നടത്തി. അങ്ങനെ അവർക്ക് കൽക്കട്ടയിൽ ആദ്യകാലത്തൊക്കെ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടി വന്നു. അവസാനം അവർ ഈ ഹൈദരാബാദിലോട്ട് പ്രസംഗിക്കാൻ വന്നപ്പോൾ അവിടുത്തെ കുറേ താടിക്കാരന്മാരും തൊപ്പിക്കാരന്മാരുണ്ടല്ലോ, ഈ മുള്ളാക്കന്മാർ, അവരൊക്കെ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ബംഗാളിൽ നിന്ന് ഇവരെ പറഞ്ഞു വിട്ടു, മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പറഞ്ഞു വിട്ടു. 2007 ഭരിച്ചു വിട്ടു. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ഇവരെ ടോട്ടലി ബാർ ചെയ്തു. ബംഗാളിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അവർ ഇന്ത്യയിൽ വേറെ എവിടെ താമസിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അവർ ഈ സുവേന്ദു അധികാരി, അവരുടെ പുതിയ ഗവൺമെൻറ് വന്നപ്പോഴാണ് ഇവർക്ക് പ്രത്യേക സുരക്ഷയൊക്കെ കൊടുത്ത് അവരെ ബംഗാളിലേക്ക് കൊണ്ടുവന്നത്. അവർക്കറിയാം ഈ ഇസ്ലാമിക് മതത്തിലെ പുരുഷ മേധാവിത്വം, അല്ലെങ്കിൽ മെയിൽ ഷോവനിസം എന്ന് പറയുന്നത്, നമ്മൾ അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു സ്ത്രീയാണ് അവർ. അവരുടെ നോവലിലേക്ക് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലജ്ജ എന്ന് പറഞ്ഞാൽ, ഞാനൊരു പുസ്തകം വായിച്ചിട്ടുള്ളൂ, ലജ്ജ എന്ന് പറഞ്ഞിട്ട് പുസ്തകം. അത് വളരെ വളരെ ഹാർഡ് ഹിറ്റിംഗ് നോവലാണ്. ഇക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഈ അത്യന്താധുനിക സാഹിത്യം കൊണ്ട് നടക്കേണ്ടത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വനിതയാണ് തസ്ലീമ നസ്രീൻ. സാധാരണ ജനങ്ങളുടെ കഥ സാധാരണക്കാരൻ്റെ ഭാഷയിൽ എഴുതി ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ ഒരു ഏഷ്യൻ എഴുത്തുകാരിയാണ് അവർ. അപ്പം അവർ വർഷങ്ങളോളായിട്ട് പറയുന്ന കാര്യമാണ് ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നുള്ളത്. ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് നമ്മുടെ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ, അത് പ്രകാരം യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം, ഗോവധം നിരോധിക്കണം എന്നൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യൂല. ഇതെന്തിനാണ് ഇനിയും ഇങ്ങനെ ഭരണഘടന ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം? ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു ഭരണം അത് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് ഗവൺമെൻറ് തുറന്ന് പറയണം. ഇപ്പം യൂണിഫോം സിവിൽ കോഡ് ഉടനെ തന്നെ ബില്ല് അവതരിപ്പിക്കുന്നതാണ് പറഞ്ഞത്. പല സംസ്ഥാനങ്ങളിലും യൂണിഫോം സിവിൽ കോഡ് ആയിക്കഴിഞ്ഞു. യൂണിഫോം സിവിൽ കോഡിൽ എപ്പോഴും അത് ഇസ്ലാമിക് മതത്തിൽ പ്രത്യേകിച്ചും വനിതകൾക്ക്, അവരൊരു സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺസ് ആണ് വനിതകൾ ഇസ്ലാം സമുദായത്തിൽ. അത് നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയണത് യൂണിഫോം സിവിൽ കോഡ് വേണം. പിന്നെ സ്വത്തിൻ്റെ ഇൻഹെറിറ്റൻസ്, പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ്, വനിതകൾക്ക് പ്രോപ്പർട്ടി കിട്ടൂല ഇസ്ലാമിക് സമുദായത്തിൽ. അതൊക്കെ മാറ്റണ്ടേ? ആൺകുട്ടികൾക്കുള്ള പോലെ തന്നെ ഇക്വാളിറ്റി വനിതകൾക്കും വേണം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ ഈ ഡൈവോഴ്സ് ചെയ്യുക, തലാഖ് ചെയ്യുക, അത് പുരുഷൻ്റെ എന്താ പറയുക അധികാരമാണ്. അതൊന്നും സാധാരണക്കാരന് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു സിവിൽ സൊസൈറ്റിക്കും പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല അത്. അപ്പോൾ അതൊക്കെ യൂണിഫോം സിവിൽ കോഡ് വഴി അഡ്രസ്സ് ചെയ്യാം. പിന്നെ വേറെ ഒന്ന് പറയുന്നത് മദ്രസകൾ വേണ്ട എന്നാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. എന്തിനായി മദ്രസയും കൊണ്ട് നടക്കുന്നത് ഇവർ? എന്നിട്ട് ഉസ്താദുമാരും കാലിമാരും കോയമാരും ഒക്കെ കുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത ദിവസം ചെല്ലുന്നവരും പേപ്പറിൽ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എവറി ഡേ, എവറി ഓൾട്ടർനേറ്റ് ഡേ അറ്റ്ലീസ്റ്റ്
ഇത് ഈ കേസ് ഉണ്ടാവും. എന്നിട്ട് ഈ കോയന്മാർ മുങ്ങും അവിടെ നിന്ന്. എന്നിട്ട് പിന്നെ അവിടെ പറഞ്ഞ കോയമ്പത്തൂരിൽ നിന്നോ സേലത്തു നിന്നോ ഈറോഡിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വരും പോയിട്ട്. അപ്പോൾ അതിൽ അവർ വളരെ തുറന്ന് എഴുതിയിട്ടുണ്ട്. ജാമിദ ടീച്ചർ ഒരു വളരെ ഗംഭീര ജോലിയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. ഈ സമുദായത്തിലെ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ, വളരെ മോശമായിട്ടുള്ള സമ്പ്രദായങ്ങൾ അവർ നിശിതമായിട്ട് വിമർശിച്ചിട്ടാണ് അവരുടെ യൂട്യൂബ് പുറത്തിറങ്ങുന്നത്. വളരെ നല്ല കാര്യങ്ങളാണ് അവർ പറയുന്നത് മുഴുവനും. ഇസ്ലാമിക് എന്താ ഈ മദ്രസയിൽ എന്താ പഠിപ്പിക്കണേ? ഇസ്ലാമിക് ഭീകരത, വേറെ ഒന്നും പഠിപ്പിക്കാനില്ല. അവർ ഖുറാൻ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിലോ അതല്ലെങ്കിൽ സ്കൂളിൽ പ്രത്യേക ഖുറാൻ ക്ലാസ് നടത്തി പഠിപ്പിക്കണം. ഇത് ഈ ഉസ്താദുമാർക്ക് യാതൊരു വെളിവുമില്ല. അവർ ശിർക്ക് വരും, അത് വരും, മഴവെള്ളം മോളിൽ നിന്ന് വന്ന് തലയിൽ വീഴുമ്പോൾ നമുക്ക് കൊട്ട് കിട്ടും, അങ്ങനെയാണെന്ന് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓരോ ആൾക്കാരുടെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഭയം തോന്നിപ്പോവും. പാട്ടൊന്നും പാടില്ല, ഡാൻസൊന്നും പാടില്ല. പുരുഷൻ എത്ര പെണ്ണുവാണെങ്കിലും കെട്ടാം, 4 കെട്ടാം, എത്ര വേണമെങ്കിലും കെട്ടാം. അതൊരു സഹോദരിക്ക് ജീവൻ കൊടുക്കണല്ലേ. അപ്പം നിങ്ങൾ നിലവിലുള്ള ഭാര്യമാർ സഹകരിക്കണം എന്നാണ് ഒരു ഉസ്താദ്, എന്താ ബാലുശ്ശേരി നന്നാണ്ടിട്ട് പറഞ്ഞൊരു ചങ്ങാതി ഉണ്ട്, അയാൾ പറയണത്. അപ്പോൾ ഈ ഇസ്ലാമിക് സ്കൂളുകൾ മാറ്റി അവിടെ സെക്യുലർ സ്കൂളുകൾ കൊണ്ടുവരണം. അപ്പം മതപഠനം നിരോധിക്കണം എന്നൊന്നും നമ്മൾ പറയണില്ലല്ലോ. മതപഠനം എല്ലാവരും, ഇപ്പോൾ ഹിന്ദു വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് ഭഗവത്ഗീതയോ അല്ലെങ്കിൽ മഹാഭാഗവതോ രാമായണോ മഹാഭാരതമോ ഒക്കെ വായിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കാനായിട്ടുള്ള സൗകര്യം സ്കൂളിൽ ചെയ്തു കൊടുക്കണം. മുസ്ലിം കുട്ടികൾ ഖുറാൻ പഠിക്കണം. ആ സമയത്ത് മറ്റേ ക്രിസ്ത്യാനികൾ പോയി ബൈബിൾ വായിച്ച് പഠിക്കണം. 10 കമാൻഡ്മെൻറ്റ്സും അതും ഇതൊക്കെ ഉൾപ്പെടെയുള്ളതൊക്കെ പഠിക്കണം. അത് വളരെ ന്യായമായ ഒരു ഡിമാൻഡാണ് യൂണിഫോം സിവിൽ കോഡ്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഈ ഷെയ്ഖ് ഹസീന അവരെ ബംഗ്ലാദേശിൽ നിന്നും പുറത്താക്കി, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുറത്താക്കി. അതോടുകൂടി ബംഗ്ലാദേശിലെ മൈനോറിറ്റീസിൻ്റെ കാര്യം ഒരു തീരുമാനമായി. കാരണം അന്ന് തൊട്ട് മൈനോറിറ്റീസിന് അവിടെ ഉറക്കമില്ലാതെ അവരെ കിട്ടണയിടത്ത് വെച്ച് കൊല്ലുക ചെയ്യുന്നത്. ഇപ്പം തന്നെ ഒരു ഹിന്ദു സന്യാസി, ഞാൻ പേര് മറന്നു, അദ്ദേഹം ഇപ്പം ജയിലിലാണ്. ഇതുവരെ ജാമ്യം കൊടുത്തു, പക്ഷേ ജയിലിൽ നിന്ന് വിടൂല്ല അദ്ദേഹത്തിന്. എത്ര സന്യാസിമാരെ, എത്ര ഹിന്ദുക്കളെ ബംഗ്ലാദേശിൽ കൊന്നൊടുക്കിയിരിക്കുന്നത്. അവരുടെ ജനസംഖ്യ 71 ബംഗ്ലാദേശിലുണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യയുടെ എത്രയോ ഇതായിട്ട് കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജനങ്ങൾ പേടിച്ചോടിപ്പോണോ, അല്ലെ കൊല്ലണോ, അല്ലെ മതം മാറ്റണം. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ ഭണ്ഡാരങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കും, ഇന്ത്യയിലേക്ക് വരും, കള്ള പാസ് ഉപയോഗിച്ചിട്ട് ഇവിടെ കയറി വരാൻ. സുഹിന്ദു ബംഗാളിൽ കയറിയതിനു ശേഷം മദ്രസകളുടെ അല്ലെങ്കിൽ മദ്രസകളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, മത തീവ്രവാദമുണ്ടോ, അത്തരത്തിൽ കുറേ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരെ ഈ സ്ക്വാഡുകളെയൊക്കെ തയ്യാറാക്കുന്ന ആ റിപ്പോർട്ടുകളോ ആ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തസ്ലീമ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ മദ്രസകളൊക്കെ അടച്ചു പൂട്ടണം, അടച്ചു പൂട്ടുകയാണ് ഇതിനാകെ ഉള്ള ഒരു ഉപാധി എന്ന് പറയുന്നത്. അതാണ് തസ്ലീമ പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗമാണ്, കൊൽക്കത്തയിൽ നിന്ന് പ്രസംഗിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒരു ഭാഗമാണത്. മദ്രസകൾ അടച്ചു പൂട്ടുക മാത്രമാണ് ഇതിനൊരു ഉപാധി എന്ന് പറയുന്നത്. അല്ലാത്ത കാലത്തോളം ഇത് ഇവിടെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഈ മദ്രസകളിലാണല്ലോ ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കണം. മദ്രസകൾ മുഴുവനും പഠിപ്പിക്കുന്ന ഇസ്ലാമിക് തീവ്രവാദവും ഭീകരവാദവുമാണ്. എന്താവശ്യത്തിനാണ് മദ്രസ എന്നല്ലേ ആൾക്കാർ ചോദിക്കുന്നത്. സർക്കാർ ചിലവല്ല, ഈ മുക്രിക്കും മുള്ളയ്ക്കും ചമ്മനും എല്ലാത്തിനും ശമ്പളം കൊടുക്കുന്ന ഗവൺമെൻറ്റിൽ നിന്നാണ്. അതിൻ്റെ ആവശ്യം എന്താ? അവർക്ക് ഒരു ഇസ്ലാമിക് സ്കൂൾ നടത്തണമെങ്കിൽ ലെറ്റ് ദം ഹാവ് ദെയർ ഓൺ ഇസ്ലാമിക് സ്കൂൾ. പക്ഷെ അതിന് ഗവൺമെൻറ് അംഗീകാരം കൊടുക്കരുത്. അത് 10ാം ക്ലാസ്സിനോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്കോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റിനോ BAക്കോ തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റൊന്നും അവിടെ നിന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇസ്ലാമിക് വേദം അവർ ശാസ്ത്രം, നമ്മുടെ ഈ ഹിന്ദു ഗുരുകുല സിസ്റ്റമുണ്ട്. ഇപ്പോൾ കാഞ്ചി കാമകോടി മഠത്തിൽ അല്ലെങ്കിൽ ശൃംഗേരി മഠത്തിലേക്ക് വിദ്യാർത്ഥികൾ പോയിട്ട് വേദവിദ്യാഭ്യാസം നടത്തുന്നുണ്ട്. അവിടെ നിന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന് ഇവർ BAക്കോ MAക്കോ തുല്യമായ ഡിഗ്രി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അവിടെ പോയി പഠിക്കുന്നത് അവരുടെ ഇഷ്ടമാണ്, അതിന് അനുമതി കൊടുക്കുക, ദാറ്റ്സ് ഓൾ. അല്ലാണ്ട്
ഇതിന് അനുമതിയും കൊടുത്ത് ഈ BA-ക്കും MA-ക്കും തുല്യമായ ഡിഗ്രിയാണ് മദ്രസകളിൽ നിന്നും പിന്നെ മറ്റേ ക്രൈസ്തവ എന്താണ് മതബോധന കേന്ദ്രങ്ങളിൽ നിന്നും കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ മതവിദ്യാഭ്യാസം എല്ലാ മതങ്ങൾക്കും ഒരേപോലെ ലഭ്യമാക്കുക. ഇപ്പോൾ ഹിന്ദു സ്കൂളുകളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ അറബി പഠിപ്പിക്കുന്നുണ്ട്. പ്രൈവറ്റ് സ്കൂളുകളിൽ എന്താ പറയണ ഈ ക്രൈസ്തവ സഭ നടത്തുന്ന സ്കൂളുകളിൽ മതബോധനം നടത്തുന്നുണ്ട്, മോറൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ വേറെ ഒന്നുമല്ല, മതമാറ്റത്തിലേക്കുള്ള ഒരു പടിവാതിൽ തുറക്കുകയാണ് അവർ. അപ്പോൾ അത് നിർത്തിയിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ക്ലാസ് നടത്തുക, പഠന വിഷയം ഏർപ്പെടുത്തുക. ഹിന്ദുക്കൾക്ക് അവരുടേതായ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. മുസ്ലിങ്ങൾക്ക് അവരുടെ ഖുറാൻ വായിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, പഠിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ക്രിസ്ത്യാനികൾക്ക് ബൈബിളോ വേദപാഠമോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക. ജൈനന്മാരോ സിഖുമാരോ ഉണ്ടെങ്കിൽ അവർക്ക് ആ സംവിധാനമാണ് ചെയ്തു കൊടുക്കേണ്ടത്. അതല്ലാതെ ഒരു പ്രത്യേക ഇസ്ലാമിക് സ്കൂൾ നടത്തുക എന്ന് പറയുന്നത് അത് ഒരു നീതീകരിക്കാവുന്ന ഒരു കാര്യമല്ല അത്. അപ്പോൾ ഇത്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ട്. ഞാനിത് പേപ്പറിൽ വായിച്ചത് ഇതാണ്. ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ കൃത്യമായിട്ടും തസ്ലീമ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവരുടെ ഒരു തിരിച്ചുവരവല്ലേ, 19 വർഷമൊക്കെ വിലക്ക് ഒരു സ്ഥലത്ത് ഏർപ്പെടുത്തുക. അതിനുശേഷം ഡൽഹിയിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ 19 വർഷത്തിന് ശേഷം സുവേന്ദു വന്നതിന് ശേഷം തനിക്ക് താൻ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നു. അപ്പം അതിനെപ്പറ്റി കുറച്ച് വികാരാതീതമായി അവർ സംസാരിക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യം, ഫാസിസ്റ്റ് ആണെന്ന് ഇത്രയധികം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഇങ്ങനെ പറയുന്നു, ഇവിടെ ഫാസിസ്റ്റ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ഫാസിസ്റ്റ് വരേണ്ടിയിരുന്നോ ഒരാളെ ബാൻ ചെയ്തെടുത്തേക്ക് തിരിച്ചവർക്ക് വന്ന് അവരുടെ അഭിപ്രായം പറയാനായിട്ട്? അതിപ്പോൾ വർഗീയ പാർട്ടികളെന്നാണല്ലോ ഈ BJP-നെയും അതുപോലെ സംഘപരിവാർ സംഘടനകളെയും ഈ കോൺഗ്രസും CPM-ഉം CPI-യും പിന്നെ തൃണമൂൽ കോൺഗ്രസ് ഇങ്ങനെയൊക്കെയുള്ള പാർട്ടികൾ എന്താണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ BJP കേന്ദ്രത്തിൽ ഭരണം തുടങ്ങിയിട്ട് ഇപ്പോൾ 12 വർഷം കഴിഞ്ഞു. എത്ര മതസംഘർഷം അല്ലെങ്കിൽ കമ്മ്യൂണൽ റൈറ്റ്സ്, മത ഭ്രാന്ത് പിടിച്ചിട്ടുള്ള യുദ്ധം നടന്നു ഇന്ത്യയിൽ. അതിന് ശേഷം ഒരൊറ്റടുത്ത് പോലും നടന്നിട്ടില്ല. അഥവാ ഇങ്ങനെ കമ്മ്യൂണൽ റൈറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ, വർഗീയ ലഹള നടന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ കോൺഗ്രസോ CPM-ഓ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. CPM പിന്നെ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ഒന്നുമില്ല അല്ലേ. ഇപ്പം മ്യൂസിയം പീസാണ് CPIM എന്ന് പറയുന്നത്. ഒരു മുൻ മന്ത്രിയുടെ പറഞ്ഞു കേട്ടോ, അർജൻറ്റീന ഭയങ്കര വർഗീയ പാർട്ടിയാണ്, അതിൽ കറുത്ത വർഗ്ഗക്കാരനില്ല എന്ന്. നോൺസെൻസ്. ചൈനയിൽ എത്ര കറുത്ത വർഗ്ഗക്കാരനുണ്ട്? ചൈനീസ് ഫുട്ബോൾ ടീമിൽ, നോർത്ത് കൊറിയൻ ഫുട്ബോൾ ടീമിൽ എത്ര കറുത്ത വർഗ്ഗക്കാരുണ്ട്? റഷ്യൻ ഫുട്ബോൾ ടീമിൽ എത്ര കറുത്ത വർഗ്ഗക്കാരുണ്ട്? അവർക്ക് അതൊന്നും ബാധകമല്ല. മറ്റേ അർജൻറ്റീനയിൽ കറുത്ത വർഗ്ഗക്കാരനില്ല എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ വിഷമം. ആ മന്ത്രി വീട്ടിൽ കുത്തിയിരിക്കുക ഇപ്പോൾ, വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം, മിന്നൽ ബ്രാൻഡിയും ഇട്ടിട്ട്. ദിസ് ഇസ് തിങ് നമ്മളിവിടെ എല്ലാത്തിലും ഇങ്ങനെ വർഗീയത കാണുന്നു. എന്നാൽ യഥാർത്ഥ വർഗീയതയ്ക്ക് നേരെ ഒരു മുഖം തിരിക്കും. ഈ ഹിന്ദുക്കൾ പാവം പൊട്ടന്മാരും യാതൊരു ബോധമല്ല. ഇവർ പറയണ മുഴുവൻ കേട്ടോണ്ടിരിക്കും, ആട്ടും തുപ്പൊക്കെ സഹിച്ചുകൊണ്ടിരിക്കും, എന്ത് വേണേൽ പറഞ്ഞാൽ. എന്നിട്ട് അടുത്ത തവണ വരുമ്പോൾ ഇവന് വോട്ടും കുത്തു വന്നിട്ട്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ സമൂഹത്തിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വേണ്ടത്. ഓസ്ട്രസൈസ് ചെയ്യുക, ഒറ്റപ്പെടുത്തണവരിട്ടിട്ട് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇയാളൊന്നും ഈ മന്ത്രിമാരുണ്ട്, രാജേഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അയാളെ ഒന്ന് സമൂഹത്തിന് അയാൾ ചേർന്നതല്ല. അയാളൊരു ഫനാറ്റിക്കാണ്. അയാളെ ഇവിടെ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക് രാജ്യത്തേക്ക് പറഞ്ഞു വിടുക എന്നുള്ളത്. അതേ ചെയ്യാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം.
സി ഫോറിനൂടെ സി ഫോറൻ, സി എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർത്ത് വെച്ചാൽ ഫോർ എൻ നേഷൻ, രാജ്യം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.